നമസ്കാരം. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്, അല്ലേ? ചിലർ അതിനെ ഒരു അൺഹൈജീനിക് കണ്ടീഷനായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ ബെസ്റ്റ് വേ ഓഫ് ഹാവിങ് ഫുഡ് എന്ന് പറയുന്നത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും അതുപോലെ തന്നെ മൈൻഡും പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കണ്ണുകൊണ്ട് കാണണം, അത് രുചിച്ചറിയണം, അതിൻ്റെ മണം ആസ്വദിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തിൻ്റെ ടെക്സ്ചറും. നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പം ആ ഭക്ഷണത്തിൻ്റെ ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഫിംഗർ ടിപ്സിൻ്റെ വരുന്ന ഈ നെർവ് എൻഡിങ്സും. അത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഫുഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഈ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ആകുകയും അത് ഡൈജസ്റ്റീവ് എൻസൈംസ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു കാര്യമാണ് നിലത്തിരുന്നു കൊണ്ട് കഴിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ചെയറിലും നിന്നും കൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നിലത്തിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള തൈ മസിൽസും അബ്ഡോമിനൽ മസിൽസൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് ഭക്ഷണം എടുത്ത് തിരിച്ച് ബാക്കിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള മൂവ്മെൻറ്റ് വഴി നമ്മൾ അബ്ഡോമിനൽ മസിൽസ് കൂടുതൽ ഇൻവോൾവ് ആവുകയും അതുപോലെ തന്നെ തൈ മസിൽസും ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റൊമക്ക് കുറച്ചുകൂടി കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദഹനം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ആവും. മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കാതെ നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സംസാരിക്കുന്ന സമയത്ത് ഭക്ഷണം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചവച്ചരക്കാതെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എയർ എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എയർ അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിന് ഗ്യാസ്ട്രസ് ഡിസ്റ്റൻഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് പ്രോബ്ലംസും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മൈൻഡ് ഇവിടെ ആയിരിക്കില്ല, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. സോ മൈൻഡ് പ്രസൻ്റ് ആവാത്ത സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ മെൻ്റലി ഫിസിക്കലി നമ്മൾ പ്രസൻ്റ് ആയിരിക്കണം ഫുഡ് കഴിക്കുന്ന സമയത്ത്. ഇനി മറ്റൊരു കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ. ഇന്ന് മാർക്കറ്റിൽ പല തരത്തിലുള്ള പാത്രങ്ങളും അവൈലബിൾ ആണ്. മൺപാത്രങ്ങളുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ബ്രാസ് ഉണ്ട്, ബ്രോൺസ്, അങ്ങനെ പലതരത്തിലുള്ള പാത്രങ്ങൾ അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് പാത്രം എന്ന് പറയുന്നത് മൺപാത്രം തന്നെയാണ്. അത് ഫുഡിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും മറ്റ് ഫുഡുമായിട്ട് മറ്റ് റിയാക്ഷൻസ് ഇല്ലാതെ നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഹാൻഡ്ലിങ്ങിലുള്ള ബുദ്ധിമുട്ട് കാരണം മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പിന്നെയും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് മറ്റ് പാത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്ററാണ്. അവിടെ ഫുഡുമായിട്ട് വേറെ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യണം. ബ്രഷ് അല്ലെങ്കിൽ സ്ക്രബ്ബർ, മെറ്റാലിക് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യാതെ സ്പോഞ്ച് പോലെയുള്ള സോഫ്റ്റായുള്ള സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. മെറ്റാലിക് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്ക്രാച്ചസ് വീഴാനും അതിലുള്ള നിക്കൽ കണ്ടൻറ്റ് എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഫുഡുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും മറ്റ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പുളിയിലുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പുളിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കോപ്പർ, ബ്രാസ് പോലെയുള്ള മെറ്റൽസ് യൂസ് ചെയ്യാതെ ഇതുപോലെ റിയാക്ഷൻസ് ഇല്ലാത്ത മൺപാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം കഴിക്കണ പാത്രങ്ങളും. അതും ഇതുപോലെ മൺപാത്രങ്ങളാവാം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാവാം. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വാഴയിലിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. വാഴയിലിൽ ഭക്ഷണം വിളമ്പി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കൂടും, അല്ലേ? ഡൈജസ്റ്റീവ് എൻസൈംസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ വിശപ്പിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും ഈ വാഴയിലേക്ക് സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ്, ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഭക്ഷണത്തിൽ ചൂടുള്ള ചോറിനകത്തൊക്കെ നെയ്യൊക്കെ ചേർത്ത് കഴിക്കണം. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നെയ്യ് ചേർത്ത് കഴിക്കണം. അത് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ സെക്രീഷൻസ് കൂട്ടാനും ഡൈജസ്റ്റീവ് പവർ എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കലുമില്ല. കാരണം ഇവിടെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അതും ചൂടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പോലെയുള്ള ദഹന പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. താങ്ക്